യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കന്തനം ഈശ്വരനാണിന്തലം ഈശ്വരനാണിന്തലം പാതയിൽ പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീതികൾ പുണ്യവേദികളാകണം പുണ്യവേദികളാകണം. വടംവലി മത്സരത്തിൻ്റെ ചടങ്ങിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്, ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ 50 വർഷം കഴിഞ്ഞ് 51 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ക്ലബ്ബിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന വടംവലിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യമേ നമ്മുടെ അങ്കമാലി SHO നേരിട്ട് പോയി കാണാൻ സാധിച്ചെങ്കിലും ചെന്നപ്പോൾ സാറുണ്ടായില്ല. ഫോണിൽ കൂടെ ബന്ധപ്പെട്ടാണ് സാറ് ക്ഷണം സ്വീകരിച്ചത്. അത് കൃത്യസമയത്ത് എത്തിച്ചേർന്നു. സാറിനെ ഏറെ ആദരവോടെ LFSയുടെ കൂടെ കൂടിയിരിക്കുന്ന എല്ലാവരും സാറിനെ സ്വാഗതം. അതോടൊപ്പം നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരി കൃത്യം 5 മണിക്ക് ഞാൻ ബ്രദറോട് എത്തിച്ചേർന്നു. ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ സമയത്തിന് എത്തിച്ചേർന്ന ഈ ഡോക്ടർ വരീസ് മഞ്ഞലെ അവരുടെ ഏറെ സന്തോഷത്തോടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലബിൻ്റെ പ്രസിഡന്റ് ബിജു ജോസഫ്, ഇന്ന് പുള്ളിക്ക് സത്യപ്രതിജ്ഞ കാരണം പുള്ളി 7ാം വാർഡിൻ്റെ മെമ്പറും കൂടിയാണ്. ഒട്ടനവധി തിരക്കുണ്ടായിട്ടും ഇവിടെ ഈ ക്ലബിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഓടിയിറങ്ങി ചെയ്യിക്കാൻ ഏറെ ബുദ്ധിമുട്ടി ബിജു ജോസഫിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൊച്ചച്ഛൻ അഖിൽ, ഫാദർ അഖിൽ നിഖിൽ അച്ഛനെ ഏറെ സന്തോഷത്തോടെ LFSയുടെ ഈ വടംവലി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഞങ്ങളുടെ ക്ലബിൻ്റെ ഡയറക്ടർ സജി കളമ്പുകാട്ട് ബ്രദറെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റ് ക്ലബ് മെമ്പർമാരെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. കൃത്യമായ നിലപാടുകൾ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കെ രമേഷ് സാർ, സംഘടനയുടെ രക്ഷാധികാരിയും CST സഭാ സുപ്പീരിയർ ജനറലുമായ റവറൻഡ് ബ്രദർ വറീസ് മഞ്ഞളി CST, ഡയറക്ടർ റവറൻഡ് ബ്രദർ സജി കളമ്പുകാട്ട് CST, പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ശ്രീ VP ജോർജ് ഏട്ട, നമ്മുടെ ഇടവകയുടെ സ്വന്തം കൊച്ചച്ഛൻ ഫാദർ നിഖിൽ പലമേൽ, സെക്രട്ടറി ശ്രീ ബൈജു തോമസ്, ട്രഷറർ ശ്രീ ജിനോ എം വറീസ്, സ്നേഹമുള്ള ഭരണസമിതി അംഗങ്ങളെ, വടംവലിയുടെ കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 51 വർഷമായി LFIC ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ കാലം അത്രയും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വേദന അനുഭവിക്കുന്നവരെയും മറ്റുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി, ഒരു തണലായി, സഹായഹസ്തമായി എന്നും LFIC അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിന് എല്ലാവർക്കും മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ തന്നെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിന് ഉത്തമ ഉദാഹരണമാണ് വർഷം തോറും നടത്തിവരുന്ന ഈ വടംവലി മത്സരം. വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിലും വടംവലി മുഖമുദ്രയായിട്ടുള്ള LFIC ഏതെങ്കിലും രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ 135 അംഗങ്ങളുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ നല്ലവരായ ഒത്തിരിയധികം നാട്ടുകാരുമാണ് ഞങ്ങൾ ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടുകാർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ഇതിൽ നിന്ന് മിച്ചം വരുന്ന എല്ലാ തുകകളും ഈ നാട്ടിലെ തന്നെ
വേദന അനുഭവിക്കുന്നവരുടെ പക്കലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ഇപ്പോഴും അവർ സഹായഹസ്തങ്ങളായി ഞങ്ങളെ സഹായിക്കുന്നത്. അവരോടെല്ലാം ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുന്നു. തുടർന്നും എല്ലാ പൈസയുടെ തുടർ പ്രവർത്തനങ്ങൾക്കെല്ലാം നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഇന്നിവിടെ കൂപ്പൺ ബുക്കുകളുമായി ഞങ്ങളുടെ അംഗങ്ങൾ നിങ്ങൾ സമീപിക്കുമ്പോൾ അതിലെല്ലാം നിങ്ങളാറാവുന്ന രീതിയിൽ സഹായിച്ച് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ നിങ്ങളും തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്നത്തെ അഖില കേരള വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, കഴിഞ്ഞ 51 വർഷമായിട്ട് മൂക്കന്നൂർ മേഖലയിൽ സജീവമായിട്ട് നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് 51ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ലിറ്റിൽ ഫ്ലവർ യൂത്ത് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇന്നത്തെ വടംവലി അഖില കേരള വടംവലി മത്സരത്തിൽ നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 16ഓളം അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം 51 വർഷമായിട്ട് മൂക്കന്നൂരിൻ്റെ ശബ്ദമായി മാറി വിവിധ മേഖലകളിൽ അവരുടേതായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഈ ജനങ്ങൾക്കിടയിൽ വിസ്മരണീയമായ ചില നിമിഷങ്ങൾ സമ്മാനിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം 52ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. എല്ലാ വർഷവും യൂത്തായിട്ട് നിലനിൽക്കുന്ന ഈ സംഘടനയ്ക്ക് ആദ്യം തന്നെ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കായിക താരങ്ങൾ വളരെയധികം കായിക ബലവും മനസ്സിൻ്റെ ഒരു ഒരുമ ആവശ്യമുള്ളൊരു വളരെ നല്ലൊരു കായിക വിനോദമാണ് ഈ ഒരു വടംവലി. ഇത് ആസ്വദിക്കാനായിട്ട് വിവിധ മേഖലകളിൽ നിന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ഈ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കായിക മത്സരം ഇവിടെ സംഘടിപ്പിച്ചതിലൂടെ ഈ ഒരു ജനങ്ങൾക്ക് ഈ സംഘടന നൽകുന്ന വളരെ നല്ലൊരു സന്ദേശമാണ്. അതായത് നമുക്ക് മാനസിക പിരിമുറുക്കങ്ങളും മറ്റ് സംഘർഷങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ആവശ്യമാണ്. അതൊരു നാടൻ കലാരൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഇതിൻ്റെ കാണാൻ വരുന്ന കാഴ്ചക്കാരും ഇത് എൻജോയ് ചെയ്യുക, കായിക താരങ്ങളെ ഇതൊരു മത്സരമായി കണ്ടുകൊണ്ട് മറ്റ് എല്ലാവിധ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇത് മത്സരമായി മാത്രം കണ്ടുകൊണ്ട് ഇതിൽ പങ്കെടുത്ത് വിജയിക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുള്ളൂ. താങ്ക് യു സാർ. അടുത്തതായി LFIC സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ A. രമേഷ് സാർ, ഈ സംഘടനയുടെ അധ്യക്ഷൻ ശ്രീ ബിജു ജോസഫ്, ഈ വടംവലി മത്സരത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ VP ജോർജ്, നിഖിലച്ച, ഡയറക്ടർ സജി ബ്രദറെ, സെക്രട്ടറി ബൈജു, ട്രഷറർ ജിനോ, മറ്റ് ഭാരവാഹികളെ, ക്ലബിലെ മറ്റ് അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വടംവലി മത്സരത്തിനായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കായിക താരങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കഴിഞ്ഞ 50 വർഷം സുവർണ ജൂബിലിയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ ആഘോഷിച്ച് അതിൻ്റെ 51ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ പരിപാടി എന്ന നിലയിൽ അഖിലേന്ത്യാ വടംവലി മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബ് സംഘടന കാണിക്കുന്ന ആ കമ്മിറ്റ്മെൻറ്റിനെ വളരെ പ്രത്യേകമായിട്ട് ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ പ്രചോദനമാകുന്ന രീതിയിൽ വിദ്യാഭ്യാസവും കലാപരവും കായികപരവും മറ്റ് എല്ലാ തരത്തിലുമുള്ള നാടിൻ്റെ നന്മ ലക്ഷ്യമാക്കി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സംഘടന പ്രശസ്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ ഉള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് തുടർന്നും ഈ ക്ലബ്ബ് ജീവസുറ്റ നല്ല ഒരു ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധ്യമാകട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞാൻ കാണുമ്പോൾ വളരെ പ്രായം
ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 73 നടക്കുന്ന പോരാട്ടം ഒരുപോലെ പള്ളിപ്പടി സ്റ്റാർ സ്പോൺസർ ചെയ്യുന്ന പ്രതിഭ പ്രളയക്കാർ നീലക്കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ആവേശത്തിന്റെ പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തി. വായും പുലികളെയും പന്തയ കുതിരകളെയും പോലെ അടങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്കുകൾ തീർത്ത് കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി കടന്നു പോകാൻ ഉറച്ച് കടന്നെത്തിയ കടന്നൽ കൂട്ടങ്ങൾ മറുപുറത്ത് കരിയാടിന്റെ കാലാൽ പടയാൽ തന്നെ കടന്നെത്തി വിസ്മയകരമായ പോരാട്ടങ്ങളെന്ന് കളിക്കളത്തിൽ സമ്മാനിക്കുന്ന വിസ്മയ കരിയാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് പ്രകടനവുമായി തന്നെ കളം തങ്ങൾക്ക് അനുകൂലമാക്കി പള്ളിപ്പടി സ്റ്റാർ